നമസ്കാരം. പ്രധാന വാർത്തകൾ. കാഞ്ഞങ്ങാട് കോൺഗ്രസ് മണ്ഡലം കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ കോട്ടച്ചേരിയിൽ രാജീവ് ഗാന്ധി അനുസ്മരണവും പുഷ്പാർച്ചനയും നടന്നു. ഖാദി ഓണം മേള കാഞ്ഞങ്ങാട് ബസ് സ്റ്റാൻഡ് കെട്ടിടത്തിൽ നഗരസഭാ കൗൺസിലർ ഗംഗാ രാധാകൃഷ്ണൻ ഉദ്ഘാടനം ചെയ്തു. കേരളത്തിൽ എല്ലാ പ്രശ്നങ്ങളിലും രാഷ്ട്രീയക്കാർ ഉത്തരം പറയുന്ന രീതിയാണെന്ന് സംവിധായകൻ. സോളാർ തട്ടിപ്പ്, ശാലുവിന് ജാമ്യം നൽകരുതെന്ന് സർക്കാർ കോടതിയിൽ. വാർത്തകൾ വിശദമായി. കാഞ്ഞങ്ങാട് കോൺഗ്രസ് മണ്ഡലം കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ കോട്ടച്ചേരി ബസ് സ്റ്റാൻഡ് പരിസരത്ത് രാജീവ് ഗാന്ധിയുടെ പിറന്നാൾ അനുസ്മരണവും പുഷ്പാർച്ചനയും നടന്നു. പി ഗോപി ഉദ്ഘാടനം നിർവഹിച്ചു. ഈ ചടങ്ങിൽ സംബന്ധിച്ചിട്ടുള്ള പ്രിയമുള്ള സഹപ്രവർത്തകരെ, നല്ലവരായ നാട്ടുകാർ, ശ്രീ രാജീവ് ജിയുടെ 69ാം ജന്മദിനം ഇന്ന് നാടെങ്ങും ആഘോഷിക്കുകയാണ്. രാജ്യം സദ്ഭാവനാ ദിനമായി ആചരിക്കുന്ന ഈ ദിനം അർപ്പണ മനോഭാവത്തോടുകൂടി ഈ രാജ്യത്തെ മുന്നോട്ട് നയിക്കാൻ പ്രതിജ്ഞാബദ്ധരായിട്ടുള്ള ആളുകളുടെ സുമനസ്സുകളുടെ കൂട്ടായ്മയുടെ രാജീവ് ഗാന്ധിയെ സ്മരിക്കുമ്പോൾ നമ്മുടെ രാജ്യം ഇന്നലെകൾ കൈക്കൊണ്ട ഏറ്റവും വലിയ പുരോഗതി, ആ നമ്മുടെ രാജ്യത്തിനുണ്ടായ നേട്ടം നമ്മൾക്ക് എന്നെന്നും സ്മരിക്കാൻ കഴിയുന്ന വിധം ഇന്ന് ലോകത്തിൻ്റെ മുമ്പിൽ ഉയർന്നു നിൽക്കുകയാണ്. ശ്രീ രാജീവ് ഗാന്ധി ഇന്ത്യൻ രാഷ്ട്രീയത്തിലേക്ക് കടന്നു വന്നത് പ്രത്യേക സാഹചര്യങ്ങളിലൂടെയാണ്. ഇന്ത്യ സ്വാതന്ത്ര്യമാകുന്നതിന് 3 വർഷം മുമ്പ് 1944 ആഗസ്റ്റ് മാസം 20-ാം തീയതി ജന്മം കൊണ്ട ശ്രീ രാജീവ് ഗാന്ധി 1991 മെയ് 21 അദ്ദേഹം മരിക്കുന്നതുവരെയും ഓരോ കാലഘട്ടത്തിൽ രാജീവ് ഗാന്ധിയുടെ കാലഘട്ടത്തിൽ അദ്ദേഹം പ്രത്യേക സാഹചര്യങ്ങളിലൂടെയാണ് കടന്നു വന്നത്. രാജീവ് ഗാന്ധിയുടെ ജന്മവും വിദ്യാഭ്യാസവും നമ്മുടെ രാജ്യത്ത് ഇന്ന് നിലവിലുള്ള അല്ലെങ്കിൽ അന്ന് നിലവിലുണ്ടായിരുന്നതിൽ ഏറ്റവും ഉയർന്ന തലത്തിലുള്ള ജീവിത മൂല്യം അദ്ദേഹത്തിനുണ്ടായിട്ട് പോലും അദ്ദേഹം വിദ്യാഭ്യാസത്തിന് ശേഷം സ്വന്തം തൊഴിൽ തേടി പോകുന്ന സാഹചര്യത്തിലാണ് ഈ രാജ്യത്തിൻ്റെ ഭരണഭാഗതയും ഏറ്റെടുക്കേണ്ട ഒരു സ്ഥിതിവിശേഷം വന്നത്. 1980 ജൂൺ 23-ാം തീയതി അദ്ദേഹത്തിൻ്റെ സഹോദരൻ ശ്രീ സഞ്ജയ് ഗാന്ധി അകാലത്തിൽ മൃത്യുവരിച്ചപ്പോൾ തൻ്റെ അമ്മയ്ക്ക് താങ്ങായി നിന്നിരുന്ന അനുജൻ്റെ വേർപാട് അദ്ദേഹത്തിന് സഹിക്കാൻ കഴിഞ്ഞില്ല എന്ന് മാത്രമല്ല, തൻ്റെ അമ്മയെ സഹായിക്കാൻ താൻ രാഷ്ട്രീയത്തിലേക്ക് ഇറങ്ങി വരേണ്ടത് അനിവാര്യമാണ് എന്ന് മനസ്സിലാക്കിക്കൊണ്ടാണ് 1980 അദ്ദേഹം രാഷ്ട്രീയത്തിലേക്ക് കടന്നു വന്നത്. യാദൃശികമാവട്ടെ 1980 രാഷ്ട്രീയത്തിലേക്ക് കടന്നു വന്ന ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിലും അംഗത്വമെടുത്ത് ഓൾ ഇന്ത്യ കോൺഗ്രസ് കമ്മിറ്റിയുടെ സെക്രട്ടറിയായും അവസാനം കോൺഗ്രസിൻ്റെ അമരത്തിലേക്ക് കടന്നു വന്നതും അതുപോലെ യാദൃശികമായിട്ടായിരുന്നു. 1984 ഒക്ടോബർ 31-ാം തീയതി അദ്ദേഹത്തിൻ്റെ മാതാവ് വിധിയേറ്റ് പിടഞ്ഞു വീണ് മരിച്ചപ്പോൾ അന്ന് വൈകുന്നേരമാണ് ഇന്ത്യയുടെ പ്രധാനമന്ത്രി പദം സ്വീകരിച്ചുകൊണ്ട് ഈ രാജ്യത്തിൻ്റെ ഭാഗതയും അദ്ദേഹം ഏറ്റെടുത്തത്. അത് അനുസ്യൂതമായി മുന്നോട്ട് കൊണ്ടുപോകുന്നതിനിടെയാണ് 1991 അദ്ദേഹത്തെ ഘാതകർ വെടിവെച്ച് കൊന്നത്. രാജീവ് ഗാന്ധി ഈ രാജ്യത്തിന് വേണ്ടി ജീവിച്ച മഹാന്റെ ഓർമ്മകൾ പങ്കുവെക്കുന്ന ഈ ദിവസം നമ്മളെല്ലാവരും കൂടി ഒത്തുചേർന്ന് അദ്ദേഹം ഉയർത്തിപ്പിടിച്ച മൂല്യങ്ങൾ ഈ നാടെങ്ങും പരത്തുന്നതിന് വേണ്ടിയിട്ടുള്ള പ്രവർത്തനങ്ങൾ വ്യാപൃതമാവാൻ എല്ലാവർക്കും കഴിയട്ടെ എന്ന് മാത്രം ആശംസിച്ചുകൊണ്ട് ഈ ചടങ്ങ് ഔപചാരികമായി ഉദ്ഘാടനം ചെയ്തതായി ഞാൻ പ്രഖ്യാപിച്ചുകൊണ്ട് എൻ്റെ വാക്ക് നിർത്തുന്നു. ജയ് ഹിന്ദ്. എം കുഞ്ഞികൃഷ്ണൻ സ്വാഗതം പറഞ്ഞു. നാരായണ മാരാർ, വിനോദ് ആവിക്കര, വിനോദ് സൗത്ത്, ജലീൽ കാർത്തിക എന്നിവർ സംബന്ധിച്ചു. യൂത്ത് കോൺഗ്രസ് കോടോം ബേളൂർ മണ്ഡലം കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ കാലിച്ചാനടുക്കത്ത് രാജീവ് ഗാന്ധിയുടെ പിറന്നാൾ അനുസ്മരണവും പുഷ്പാർച്ചനയും നടന്നു. അധ്യക്ഷൻ മണ്ഡലം യൂത്ത് കോൺഗ്രസ് പ്രസിഡന്റ് മധുസൂദനൻ ബാലൂർ, യൂത്ത് കോൺഗ്രസ് കാഞ്ഞങ്ങാട് നിയോജക മണ്ഡലം വൈസ് പ്രസിഡന്റ് വിനോദ് പി നായർ ആമുഖ പ്രസംഗം നടത്തി. KSU ജില്ലാ പ്രസിഡന്റ് പ്രദീപ് കുമാർ, മണ്ഡലം കോൺഗ്രസ് പ്രസിഡന്റ് രാമകൃഷ്ണൻ നർക്കല, ബാലചന്ദ്രൻ അടുക്കം, ജോസുകുട്ടി, ഇൻസൻ എബ്രഹാം, പ്രഭാകരൻ നായ്ക്കയം എന്നിവർ സംസാരിച്ചു. ജിമ്മി ജോണി നന്ദിയും പറഞ്ഞു. ഖാദി ഓണം മേള കാഞ്ഞങ്ങാട് ബസ് സ്റ്റാൻഡ് കെട്ടിടത്തിൽ 1-ാം നിലയിൽ നഗരസഭാ കൗൺസിലർ ഗംഗാ രാധാകൃഷ്ണൻ ഉദ്ഘാടനം ചെയ്തു. നഗരസഭാ മുൻ ചെയർമാൻ വി ഗോപി ആദ്യ വിൽപ്പന നിർവഹിച്ചു. മാനേജർ VV രമേശൻ സംസാരിച്ചു. ഖാദി ഉൽപ്പന്നങ്ങൾക്ക് മേളയിൽ 30% റിബേറ്റ് ലഭിക്കുന്നു. റെഡിമെയ്ഡ് ഷർട്ടുകൾ, മുണ്ടുകൾ, കോട്ടൺ, സിൽക്ക് സാരികൾ, ഉന്നക്കിടക്കകൾ, ചൂരൽ ഫർണിച്ചറുകൾ തുടങ്ങി ഖാദി ഉൽപ്പന്നങ്ങൾ ലഭ്യമാണ്.
മേഖലയെ പ്രത്യേക പ്രൊജക്ട് തയ്യാറാക്കി അമേരിക്ക ഉൾപ്പെടെയുള്ള രാജ്യങ്ങളുടെ പുരസ്കാരങ്ങൾ നേടിയെടുത്ത് ശ്രദ്ധേയനായ കരുനാഗപ്പള്ളി കുലശേഖരപുരം സ്വദേശി മിഥുൻ സലീമിന് നെഹ്റു ഫൗണ്ടേഷൻ സംസ്ഥാന കമ്മിറ്റിയുടെ ആഭിമുഖ്യത്തിൽ സ്വീകരണം നൽകി. ഊർജ്ജ മേഖലയിൽ അമേരിക്ക തുടക്കം കുറിക്കാൻ പോകുന്ന നൂതന പദ്ധതികൾക്ക് പ്രോജക്ട് തയ്യാറാക്കി അമേരിക്ക ഉൾപ്പെടെ ലോകത്തെ വിവിധ രാജ്യങ്ങളുടെ പുരസ്കാരങ്ങൾ നേടിയെടുത്ത കരുനാഗപ്പള്ളി കുലശേഖരപുരം കാഞ്ഞിക്കൽ വീട്ടിൽ 22-കാരനായ മിഥുൻ സലീമിനെയാണ് നെഹ്റു ഫൗണ്ടേഷന്റെ ആഭിമുഖ്യത്തിൽ സ്വീകരണം നൽകിയത്. കേന്ദ്രമന്ത്രി KC വേണുഗോപാൽ സ്വീകരണ സമ്മേളനം ഉദ്ഘാടനം ചെയ്തു. നമ്മുടെ നാടിനെ സംബന്ധിച്ച ഒരു ചരിത്ര നേട്ടമാണ് മിഥുൻ സലീം ഉണ്ടാക്കിയിരിക്കുന്നത്. അദ്ദേഹം IIT-യിലെ ഒരു ഏറ്റവും പ്രഗത്ഭനായ ഒരു വിദ്യാർത്ഥിയായിരിക്കുമ്പോൾ തന്നെ ഗവേഷണ കാര്യങ്ങൾ, പ്രത്യേകിച്ച് ഊർജ്ജ മേഖലയിലെ ഗവേഷണ കാര്യങ്ങളിൽ വളരെ ശ്രദ്ധേയമായിട്ടുള്ള നിലപാട് സ്വീകരിച്ചു. നമ്മുടെ എനർജി സ്റ്റോറേജ് ഫെസിലിറ്റീസുമായി ബന്ധപ്പെട്ടുള്ള ഒരു റിസർച്ചാണ് അദ്ദേഹം നടത്തിയത്. അതിനൊരു ലോക അംഗീകാരമാണ് അദ്ദേഹം നേടിയെടുത്തിരിക്കുന്നത്. അപ്പോൾ അദ്ദേഹത്തെ സംബന്ധിച്ചിടത്തോളം അഭിനന്ദിക്കുക എന്ന് പറയുന്നത് നമ്മുടെ നാടിൻ്റെ ഒരു അഭിമാനകരമായ മുഹൂർത്തമായിട്ടാണ് കാണുന്നത്. സംസ്ഥാന പ്രസിഡന്റ് KS പുരം സുധീർ അധ്യക്ഷത വഹിച്ചു. നഗരസഭാ ചെയർമാൻ M അൻസാർ, കുലശേഖരപുരം പഞ്ചായത്ത് പ്രസിഡന്റ് അബ്ദുൽ സലീം, തൊടിയൂർ രാമചന്ദ്രൻ തുടങ്ങിയവർ സംസാരിച്ചു. 2005-ൽ മെക്കാനിക്കൽ എഞ്ചിനീയറിംഗ് പരീക്ഷയിൽ 2ാം റാങ്ക് നേടിയ മിഥുൻ സലീം മികച്ച വിദ്യാർത്ഥികൾക്ക് മാത്രം പ്രവേശനം ലഭിക്കുന്ന NAIIT-യിൽ 92ാം റാങ്ക് നേടി വിദ്യാഭ്യാസം തുടരുമ്പോഴാണ് പ്രോജക്ട് തയ്യാറാക്കി ശ്രദ്ധേയനായത്. വായുവിലൂടെ ഉൽപ്പാദിപ്പിക്കപ്പെടുന്ന വൈദ്യുതി സ്റ്റോർ ചെയ്ത് വയ്ക്കുന്നതിന് വേണ്ടിയുള്ള പുതിയ പദ്ധതികൾക്ക് അമേരിക്ക പ്രോജക്ടുകൾ ക്ഷണിച്ചിരുന്നു. ലോകത്തെ തെരഞ്ഞെടുക്കപ്പെട്ട 14 സർവകലാശാലകളിൽ NAIIT-ക്ക് വേണ്ടി മിഥുൻ നൽകിയ പ്രോജക്ടാണ് അമേരിക്ക അംഗീകരിച്ചത്. പ്രോജക്ട് തയ്യാറാക്കിയ മിഥുന് അമേരിക്കൻ പ്രസിഡന്റിന്റെ പ്രത്യേക ക്ഷണം ലഭിക്കുകയും അമേരിക്ക ഉൾപ്പെടെ 5 രാജ്യങ്ങൾ പ്രോജക്ടിന്റെ സാധ്യതകളെ തിരിച്ചറിഞ്ഞ് മിഥുൻ സലീമിന് സ്വീകരണം നൽകുകയും ചെയ്തു. കോടതിയിൽ ഹാജരാകാതിരുന്നതിനെ തുടർന്ന് വിതുര പെൺവാണിഭ കേസിലെ പെൺകുട്ടിക്ക് വീണ്ടും കോടതിയുടെ രൂക്ഷ വിമർശനം. കേസ് നീട്ടിക്കൊണ്ടുപോകുന്നതിൽ പരാതിക്കാരിയായ പെൺകുട്ടിയോടുള്ള അതൃപ്തി കഴിഞ്ഞയാഴ്ച കേസ് പരിഗണിച്ചപ്പോൾ കോടതി വ്യക്തമാക്കിയിരുന്നു. ഇന്ന് പെൺകുട്ടി നിർബന്ധമായും കോടതിയിലെത്തണമെന്ന നിർദ്ദേശവും ജഡ്ജി നൽകുകയുണ്ടായി. എന്നാൽ പെൺകുട്ടി ഇന്നും ഹാജരായില്ല. തുടർന്നാണ് കോടതി പെൺകുട്ടിയെ വിമർശിച്ചത്. നിയമം എല്ലാവർക്കും ബാധകമാണെന്ന് പറഞ്ഞ കോടതി തിരുവനന്തപുരത്ത് നിന്നും കോട്ടയത്തെത്താൻ പെൺകുട്ടിക്ക് എന്താണ് തടസ്സമെന്നും ചോദിച്ചു. പെൺകുട്ടി ഹാജരാകാതിരുന്നതിനെ തുടർന്ന് കേസ് അടുത്ത മാസം 2ലേക്ക് മാറ്റി. കേരളത്തിൽ എല്ലാ പ്രശ്നങ്ങളിലും രാഷ്ട്രീയക്കാർ ഉത്തരം പറയുന്ന രീതിയാണെന്ന് സംവിധായകൻ ബ്ലസി. പത്തനംതിട്ട പ്രസ് ക്ലബിൽ മീറ്റ് ദി പ്രസിൽ സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. കളിമൺ എന്ന സിനിമയെപ്പറ്റിയുള്ള സ്പീക്കർ G കാർത്തികേയന്റെ അഭിപ്രായങ്ങളെ പരാമർശിക്കുകയായിരുന്നു ബ്ലസി. എനിക്ക് തോന്നുന്നു കളിമണ്ണിൻ്റെ വിവാദങ്ങളെക്കുറിച്ച് മാത്രമേ ആരെങ്കിലും എൻ്റെ അടുത്ത് സംസാരിച്ചിട്ടുള്ളൂ ഇതുവരെ. കളിമൺ എന്ന് പറയുന്ന സിനിമയെക്കുറിച്ച് ഇതുവരെ ആരും സംസാരിച്ചിട്ടില്ല. പലപ്പോഴും വിഷമം തോന്നുന്നൊരു കാര്യമാണ്. 2 മണിക്കൂർ സിനിമയിൽ എത്രയോ മിനിറ്റുകൾ, സെക്കൻഡുകൾ മാത്രം ഒതുങ്ങുന്ന ഒരു രംഗം മാത്രമാണ് കളിമൺ. ഈ വിവാദങ്ങളൊക്കെയും അറിഞ്ഞോ അറിയാതെയോ കഴിഞ്ഞ എൻ്റെ കാല സിനിമകളിൽ എന്നോടൊപ്പം നിന്ന പ്രേക്ഷകരെ ഏതെങ്കിലും തരത്തിൽ, പ്രത്യേകിച്ച് കുടുംബ പ്രേക്ഷകരെ, ഈ സിനിമയിൽ നിന്ന് ബോധപൂർവം അകറ്റുവാനായിട്ടുള്ള ഒരു ശ്രമം തന്നെ നടക്കുന്നു എന്ന് പലപ്പോഴും സംശയിച്ചു. ഈ സിനിമ ഞാൻ ഡെഡിക്കേറ്റ് ചെയ്തിരിക്കുന്നത്, ഈ സിനിമ ഞാൻ സമർപ്പിച്ചിരിക്കുന്നത് എൻ്റെ അമ്മയ്ക്കാണ്. അമ്മ എന്താണ് എന്ന് മക്കൾ എന്ന് പറയുമ്പം സ്ത്രീ എന്താണെന്ന് പുരുഷൻ ഏറ്റവും അടുത്ത് മനസ്സിലാക്കുവാനായിട്ടുള്ള ഒരു ശ്രമമാണ് ഈ സിനിമ. വിവാദങ്ങളിൽ സാംസ്കാരിക മേഖലയുടെ ഇടപെടലുണ്ടാകുന്നില്ല. സുകുമാർ അഴീക്കോട് മരിച്ചതോടെ ഇത്തരം ചർച്ചകൾ അവസാനിച്ചു. അതിനാൽ ഏതു വിഷയത്തിലും രാഷ്ട്രീയ നേതാക്കൾ മറുപടി പറയുന്നു. തൻ്റെ സിനിമയിൽ നിന്ന് കുടുംബ പ്രേക്ഷകരെ അകറ്റാനുള്ള ഗൂഢശ്രമങ്ങളാണ് വിവാദങ്ങൾക്കു പിന്നിൽ. സ്ത്രീ എന്താണെന്ന് സമൂഹത്തെ അറിയിക്കാനുള്ള ശ്രമമാണ് സിനിമയിലുള്ളത്. മറ്റ് സംശയങ്ങൾ അസ്ഥാനത്താണ്. സെൻസർ ബോർഡ് കത്രിക വയ്ക്കാതെ സിനിമയ്ക്ക് അനുമതി നൽകിയത് ഇതിൻ്റെ തെളിവാണ്. കലാകാരന്മാർ കുഴപ്പക്കാരാണെന്നും വിദ്യാഭ്യാസം കുറഞ്ഞവരാണെന്നുമുള്ള പ്രചരണങ്ങൾക്കുമുള്ള മറുപടിയാവും കളിമണ്ണ്. ഭാരതത്തിൽ സ്ത്രീകളോടുള്ള സമീപനം ലോകത്തിന് മാതൃകയായിരുന്നു. ദൈവമായി കരുതി സ്ത്രീയെ ആരാധിച്ച സമൂഹത്തിൽ നിന്ന് അവർക്കു നേരെ കാമത്തിൻ്റെ കൈകളാണ് നീളുന്നത്. സ്ത്രീ ശരീരത്തിൻ്റെ ഭാഗങ്ങളാണ് പുരുഷനിലുള്ളതെന്ന് മനസ്സിലാക്കുന്നവർ കുറഞ്ഞു വരുന്നു. കളിമണ്ണിനെ വിമർശിച്ചവർക്കും ആശങ്കപ്പെട്ടവർക്കുമുള്ള മറുപടി സിനിമയിലുണ്ട്. വിവാദങ്ങൾ ഉണ്ടാക്കിയവരുമായി സിനിമാ പ്രദർശനം തുടങ്ങിയ ശേഷം സംവാദത്തിന് തയ്യാറാണ്. അശ്ലീലം ചിത്രീകരിച്ച് പ്രേക്ഷകരെ പിടിച്ചിരുത്തേണ്ട ഗതിയിലേക്ക് താൻ താഴ്ന്നിട്ടില്ല. അങ്ങനെ വന്നാൽ അന്നും മറ്റു വഴിക്ക് പോകുമെന്നും ബ്ലസി പറഞ്ഞു. ഇനി ഒരിടവേള. ഹൃദയം
തൊട്ടറിഞ്ഞ പാരമ്പര്യം. കണ്ണൻസ് കാഞ്ഞങ്ങാട്. മഞ്ഞു പെയ്യും വസന്തം, മലയാളിക്ക് എന്നും മംഗല്യകാലം. മംഗല്യപ്പട്ടിന് മറുനാട് തേടുന്ന മലബാറുകാരോടായി മാനത്തെ മാലാഖമാർ ചൊല്ലി. കാഞ്ഞങ്ങാട് കണ്ണൻസിലെ പട്ടല്ലേ മലബാറിലെ മംഗമാരുടെ മംഗല്യപ്പട്ട്. വർണ്ണ വസ്ത്രങ്ങളുടെ മായാ പ്രപഞ്ചവുമായി, വിവാഹ വസ്ത്രങ്ങളുടെ അമൂല്യ ശേഖരങ്ങളുമായി വീണ്ടും കണ്ണൻസ് കാഞ്ഞങ്ങാട് നിങ്ങളെ വിസ്മയിപ്പിക്കുന്നു. ഈ കല്യാണകാലം ആഘോഷമാക്കാൻ കണ്ണൻസ് കാഞ്ഞങ്ങാട്, മെയിൻ റോഡ്, കാഞ്ഞങ്ങാട്. ഫോൺ നമ്പർ 0467220467. വാർത്തകൾ തുടരുന്നു. ശാലു മേനോന് ജാമ്യം നൽകരുതെന്ന് സർക്കാർ ഹൈക്കോടതിയിൽ. തട്ടിപ്പ് തുക കണ്ടെത്തുന്നതിനായി കൂടുതൽ അന്വേഷണം നടത്തേണ്ടതുണ്ട്. പണത്തിന്റെ ഉറവിടം കണ്ടെത്തണമെന്നും സർക്കാർ കോടതിയിൽ പറഞ്ഞു. അതേസമയം ടെന്നി ജോപ്പിന് കർശന ഉപാധികളോടെ ജാമ്യം അനുവദിക്കാമെന്നും സർക്കാർ ഹൈക്കോടതിയെ അറിയിച്ചു. ശാലുവിൻ്റെയും ജോപ്പൻ്റെയും ജാമ്യ ഹർജിയിൽ വിധി പറയുന്നതിനായി മാറ്റി. സോളാർ തട്ടിപ്പിൽ മുഖ്യമന്ത്രിയുടെ ഓഫീസിനെ ഉപയോഗിച്ച് തട്ടിപ്പ് നടത്തിയതായി കണ്ടെത്തിയതിനെ തുടർന്നാണ് ജോപ്പനെ അറസ്റ്റ് ചെയ്തത്. ബിജു രാധാകൃഷ്ണനുമായി ചേർന്ന് തട്ടിപ്പ് നടത്തിയെന്നാണ് ശാലുവിനെതിരെയുള്ള കേസ്. കോട്ടയം മാങ്ങാനത്ത് അന്യസംസ്ഥാന തൊഴിലാളികളുടെ കയ്യിൽ നിന്ന് പിടികൂടിയത് കള്ളനോട്ടല്ലെന്ന് പരിശോധനയിൽ വ്യക്തമായി. സ്റ്റേറ്റ് ബാങ്ക് ഓഫ് ഇന്ത്യയിൽ പരിശോധിച്ചപ്പോഴാണ് നോട്ടുകൾ വ്യാജമല്ലെന്ന് വ്യക്തമായത്. നോട്ടുകൾ റിസർവ് ബാങ്കിന്റെ കൊച്ചിയിലെ ശാഖയിൽ പരിശോധനയ്ക്ക് വിധേയമാക്കുമെന്ന് പോലീസ് വ്യക്തമാക്കിയിട്ടുണ്ട്. ഞായറാഴ്ച വൈകിട്ടാണ് മാങ്ങാനത്ത് അന്യസംസ്ഥാന തൊഴിലാളികൾ താമസിക്കുന്ന സ്ഥലത്ത് പരിശോധന നടത്തി ഈസ്റ്റ് പോലീസ് 25,000 രൂപയുടെ നോട്ടുകൾ കണ്ടെടുത്തത്. നോട്ടുകൾ വ്യാജമാണെന്ന് പറഞ്ഞ 3 പേരെ പോലീസ് അറസ്റ്റ് ചെയ്യുകയും ചെയ്തിരുന്നു. ഒരു കടയിൽ ഇവർ നൽകിയ 1000 രൂപയുടെ നോട്ടിൽ സംശയം തോന്നിയതിനെ തുടർന്ന് കടയുടമ പഞ്ചായത്ത് പ്രസിഡന്റിനെ വിവരം അറിയിക്കുകയായിരുന്നു. തുടർന്ന് പോലീസ് എത്തി ഇവരെ കസ്റ്റഡിയിലെടുത്തു. ഒരു ബാങ്ക് മാനേജർ നോട്ടുകൾ വ്യാജമാണെന്ന് പറഞ്ഞു. എന്നാൽ ഇന്ന് ബാങ്കിൽ പരിശോധനയ്ക്ക് വിധേയമാക്കിയപ്പോഴാണ് കള്ളനോട്ടല്ലെന്ന് വ്യക്തമായത്. പഴയ സീരീസിലുള്ള നോട്ടുകളാണ് ഇതെന്നാണ് നിഗമനം. ഭർത്താവിനൊപ്പം ബൈക്കിൽ പോയ ഗർഭിണിയായ യുവതി KSRTC ബസ് ഇടിച്ചു മരിച്ചു. കോട്ടയം ദേശീയപാതയിൽ തട്ടാച്ചേരി ജംഗ്ഷനിൽ കഴിഞ്ഞ ദിവസം വൈകിട്ടായിരുന്നു അപകടം. ചവറ ബസ് സ്റ്റാൻഡിന് സമീപം വിടാനാൽ വീട്ടിൽ സനലിന്റെ ഭാര്യ ശ്രീവിദ്യയാണ് മരിച്ചത്. 25 വയസ്സായിരുന്നു. കരുനാഗപ്പള്ളിയിൽ നിന്ന് വീട്ടിലേക്ക് പോകുമ്പോൾ ഇവരുടെ ബൈക്കിന് മുന്നിലുണ്ടായിരുന്ന ഓട്ടോറിക്ഷ പെട്ടെന്ന് ബ്രേക്കിട്ടതാണ് അപകട കാരണം. ഓട്ടോയിൽ ഇടിക്കാതിരിക്കാൻ ബൈക്ക് വലത്തേക്ക് വെട്ടിച്ചപ്പോൾ പുറകെ വന്ന ബസ് ഇടിക്കുകയായിരുന്നു. തെറിച്ചു വീണ വിദ്യയുടെ തലയിലൂടെ ബസിന്റെ പിൻചക്രം കയറിയിറങ്ങി തൽക്ഷണം മരിച്ചു. അപകടത്തിൽ സനലിനും പരിക്കേറ്റിട്ടുണ്ട്. കൊല്ലത്തേക്ക് പോവുകയായിരുന്നു ബസ്. മൃതദേഹം ജില്ലാ ആശുപത്രി മോർച്ചറിയിലേക്ക് മാറ്റി. അപകടത്തെ തുടർന്ന് ദേശീയപാതയിൽ അരമണിക്കൂറോളം ഗതാഗതം തടസ്സപ്പെട്ടു. പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി. കാഞ്ഞങ്ങാട് കോൺഗ്രസ് മണ്ഡലം കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ കോട്ടച്ചേരിയിൽ രാജീവ് ഗാന്ധി അനുസ്മരണവും പുഷ്പാർച്ചനയും നടന്നു. ഖാദി ഓണം മേള കാഞ്ഞങ്ങാട് ബസ് സ്റ്റാൻഡ് കെട്ടിടത്തിൽ നഗരസഭാ കൗൺസിലർ ഗംഗാ രാധാകൃഷ്ണൻ ഉദ്ഘാടനം ചെയ്തു. കേരളത്തിൽ എല്ലാ പ്രശ്നങ്ങളിലും രാഷ്ട്രീയക്കാർ ഉത്തരം പറയുന്ന രീതിയാണെന്ന് സംവിധായകൻ. സോളാർ തട്ടിപ്പ്, ശാലുവിന് ജാമ്യം നൽകരുതെന്ന് സർക്കാർ കോടതിയിൽ. വാർത്തകൾ കഴിഞ്ഞു. നമസ്കാരം.